ഗുഡ് ഈവനിങ് എവരിവൺ. എന്താണ്, സുഖാണോ? അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നോട് ഇവിടുത്തെ സാറ് പറഞ്ഞു, ഇങ്ങനെ ഇരിക്കുന്ന കുട്ടികളൊന്ന് ഈ ഒരു ഇതിലിരിക്കാൻ പറഞ്ഞു, കാർപ്പറ്റിലിരിക്കാൻ പറഞ്ഞു. എല്ലാവരും കാർപ്പറ്റിലിരിക്കൂ. എന്നാൽ നിങ്ങൾക്ക് ഇരുന്ന് സുഖമായിട്ട് കാണാൻ പറ്റുമോ? ഓക്കെ അല്ലേ? നിങ്ങളൊന്ന് അവിടെ ഇരുന്നോളൂ. ചേട്ടാ, അതൊക്കെ റിസ്ക് പിടിച്ച പരിപാടിയാണ്. അവിടെ പോയിരിക്കോ. എല്ലാവരും ഒന്ന് കാർപ്പറ്റിലിരിക്കട്ടോ. ഹലോ, ബാക്കിലെ ആൾക്കാർ ഓക്കെ അല്ലേ? ഹായ്. ഫ്രണ്ട് ഓക്കെയാണ്, ബാക്ക് ഓക്കെയാണോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരെയും ഹാർദമായി ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് മേലാറ്റൂർ മുഹമ്മദിനെ കാണണ്ടേ? അറിയോ ആരാണ് മേലാറ്റൂർ മുഹമ്മദ് എന്ന്? ഇല്ല? എന്നാൽ അറിയാത്തവർക്കായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമാണ് മേലാറ്റൂർ മുഹമ്മദ് എന്ന് പറയുന്നത്. ഇതില് ഇൻസ്റ്റാഗ്രാം എത്ര പേർക്കുണ്ട്? ഇൻസ്റ്റാഗ്രാം ഇവിടെ ടീച്ചർമാരാരെങ്കിലും നോക്കണേ. പിള്ളേർ ഫുള്ള് ഇൻസ്റ്റാഗ്രാമിലാണ്. നിങ്ങളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഫുൾ A+ പഠിക്കോ? ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് മതി, ബാക്കി ഫുള്ള് പഠിക്കുക. ഇല്ലല്ലോ? ഓക്കെ, എല്ലാവരും നല്ല കുട്ടികളാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായ ഒരു വ്യക്തിയാണ് മേലാറ്റൂർ മുഹമ്മദ് എന്ന് പറയുന്നത്. ഈ മേലാറ്റൂർ മുഹമ്മദിന്റെ ശരിക്കുള്ള പേരാണ് ഉണ്ണി പെരിന്തൽമണ്ണ. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ആക്ടറാണ്. മാത്രമല്ല മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. നിരവധി സ്റ്റേജ് ഷോകളിലും നിരവധി ചാനൽ പ്രോഗ്രാമുകളിൽ പങ്കെടുത്ത് പരിചയമുള്ള ഒരു ആക്ടർ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു അടിപൊളി പ്രോഗ്രാമാണ് സ്റ്റേജിൽ നടക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് അടിച്ചു പൊളിക്കാനായിട്ട് ഒരു സോങ് ആയിട്ട് ഒരാൾ വരുന്നുണ്ട്. ഹലോ, അടിച്ചു പൊളിക്കണ്ടേ? അപ്പം നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ഗാനമായി അറിയപ്പെടുന്ന ഒരു കലാകാരി അമൃത പെരിന്തൽമണ്ണ, നിങ്ങൾ എല്ലാവരുടെയും സ്നേഹത്തോട് കൂടിയിട്ട് ഞാൻ അവരെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാണ്. ലെറ്റ്സ് വെൽക്കം അമൃത പെരിന്തൽമണ്ണ. നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ. हाय। थोड़ी फुर्सत भी मेरी झांक भी बाहों को दीजिए। थोड़ी फुर्सत भी मेरी झांक भी बाहों को दीजिए। आज की रात मजा उसका आँखों से लीजिए। आज की रात मजा उसका आँखों से लीजिए। वक्त बर्बाद न बिन बात की बातों में कीजिए। वक्त बर्बाद न बिन बात की बाहों को दीजिए। आज की रात मजा उसका आँखों से लीजिए। आज की रात मजा उसका आँखों से लीजिए। जान की कुर्बानी ले ले दिल भर जानी, तबाही पक्की है आग तू मैं पानी। जान की कुर्बानी ले ले दिल भर जानी, तबाही पक्की है आग तू मैं पानी। मेरी महबूब समझिए जरा मौके की नज़ाकत। मेरी महबूब समझिए जरा मौके की नज़ाकत। कहेगी दी नहीं जा सकती हसीनों की इजाज़त। कहेगी दी नहीं जा सकती हसीनों की इजाज़त। नाज़ इतना मेरी जान, नाज़ इतना भी नहीं
रोक ले बातों पे कीजिए आज की रात मजा हुस्न का आंखों से लीजिए आज की रात मजा हुस्न का आंखों से लीजिए जान की कुर्बानी ले ले दिल भर जानी तबाही पक्की है आज तू बेबानी जान दी कुर्बानी ले ले दिल मर जानी तबाही पक्की है आज तू बेबानी Thank you so much. താങ്ക് യു അമൃത. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. ഓക്കെ, എന്തായാലും പാട്ട് ഇഷ്ടപ്പെട്ടോ? തീർന്നിട്ടില്ല, ഇനിയും പാട്ടുമായിട്ട് വരും. അപ്പൊ അതിനു മുമ്പേ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ ഡാൻസ് കളിക്കണോ? മനസ്സിലായോ ആരാന്ന്? അതാ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല ക്ലാപ്പ് കൊടുക്കാം. ഇന്ന് സോഷ്യൽ മീഡിയ തരംഗമായിട്ടുള്ള മേലാറ്റൂർ മുഹമ്മദ്. നല്ല ക്ലാപ്പ് കൊടുക്കാം. മുഹമ്മദ് കാ, കുട്ടികൾ സീനാണ്. ആ, നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ കുട്ടികളുടെ മുമ്പില്? പിന്നെ ഞാൻ എന്തായാലും മാറി തരാം. ഇനി നിങ്ങളും മമ്മദിക്ക് ആയിക്കോളെ. ഞാൻ പോവാണ്. ഇനി കെട്ടുകളും സഹിക്കണോ? വരുമ്പോ കൊടുത്താ പോരെ മൈക്ക? സൗണ്ടും വരും. അതിനുശേഷം കുട്ടികൾക്കുള്ള കലാപരിപാടികളെ എൻ്റെ ഒച്ചക്കൂടി തന്നെ വരും. അപ്പോൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ അന്തരിച്ചു പോയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് ശ്രദ്ധിക്കുക. പ്രിയമുള്ളവരെ, ഞാൻ വരാം അല്പം താമസിച്ചു പോയി എന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് ഞാനൊന്ന് പറഞ്ഞോട്ടെ. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ സ്കൂളിൻ്റെ വാർഷികവും അതുപോലെ തന്നെ നമ്മുടെ സജി മാഷുക്കുള്ള ഒരു യാത്രയപ്പം കൂടിയാണ്. അപ്പം അതുകൊണ്ട് സജി മാഷ് ഇവിടുന്ന് യാത്ര പോയാലും പുള്ളിക്കാരൻ എപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. ജയ് ഹിന്ദ്. ഇനി നമുക്ക് നമ്മൾ അച്ചുമാമ അല്ലേ, അച്ചുമാമ എങ്ങനെ വരുന്ന ശ്രദ്ധിക്കാം. അദ്ദേഹത്തിൻ്റെ ശൈലി ശ്രദ്ധിക്കാം. പ്രിയമുള്ള എൻ്റെ നല്ലവരായ മുള്ളിയാകുറിശ്ശിയിലെ നാട്ടുകാരെ, പ്രത്യേകം പറയുകയാണെങ്കിൽ, ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇവിടെ കൊണ്ടാടുന്ന ഈ യാത്രയപ്പിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ലാൽ സലാം. അല്ലേ, ഇഷ്ടപ്പെടില്ലേ? താങ്ക് യു. അപ്പോൾ ഈ അടുത്തതാരെ വരുന്നേ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറല്ലേ. അദ്ദേഹത്തിൻ്റെ സൗണ്ട് ഒന്ന് ശ്രദ്ധിക്കുക, ശൈലി അല്ലേ. വെള്ളാപ്പള്ളി നടേശൻ സാറ്. അതായത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നൊക്കെ അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അല്ലേ. ഇനി നമുക്ക് ആരെ വരുന്ന മലയാള സിനിമയിൽ മാമുക്കോയ അല്ലേ. അദ്ദേഹത്തിൻ്റെ ശൈലി ഒരു പ്രത്യേക ശൈലിയാണ് മാമുക്കോയ. അദ്ദേഹം പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. നമ്മളെ ലോകത്തിൽ പെട്ടെന്ന് കറണ്ടാണ് പോയി, പവർ കട്ട് കംപ്ലീറ്റ് ഇരുട്ടായി അല്ലേ. പക്ഷെ മാമുക്കോയ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചിരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പല്ലിൻ്റെ പ്രകാശം കൊണ്ട് അതിൻ്റെ കറണ്ട് വന്ന മാതിരിയായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശൈലി ശ്രദ്ധിക്കാം. ഒന്ന് മക്കളെ ഒന്ന് കൈയടിച്ചാളി പോരാ. ഇത് കഴിഞ്ഞിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ട്. ചിക്കൻ ബിരിയാണി മനസ്സിലായില്ലേ?
അപ്പം നമ്മൾ സിനിമയിൽ അഭിനയം നിർത്തിയില്ലേ, ആ പരിപാടിക്ക് നിർത്തി. ഇപ്പം നമ്മൾ ഇങ്ങനെ ഓരോ പരിപാടിക്ക് പോവുകയാണ്. മനസ്സിലാവുണ്ടോ? നമ്മളെ കാലിലെങ്കിൽ ഇങ്ങോട്ട് വന്നോളി, കാലുമ ചോട്ടിനെ തിരക്കണ്ട. ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്. താങ്ക് യു. അതുപോലെ തന്നെ നമ്മളെ കൊച്ചിൻ ഹനീഫ അല്ലേ, അദ്ദേഹം മലയാള സിനിമയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു നടനാണ്. അതായത് അഭിനയമികവും അതുപോലെ തന്നെ തിരക്കഥയും സംവിധാനമൊക്കെ ഉണ്ട് അദ്ദേഹം. അപ്പോൾ കൊച്ചിൻ ഹനീഫയുടെ സൗണ്ട് ഒന്ന് ശ്രദ്ധിക്കാം, അദ്ദേഹത്തിൻ്റെ ശൈലി ശ്രദ്ധിക്കാം. ആഷറേ ആഷറേ കുത്തി പലത്തിട്ടല്ലേ, കീഴക്കട തൊട്ടിട്ടില്ലേ, മുറിച്ച മുറിയുടെ കീഴക്കട തൊസ് അത് സേതമെന്നുള്ള കാശ. ഒരു കാര്യം ചെയ്യാം, ഉപ്പാൻ്റെ മുലപ്പാൽ കുടിച്ചപ്പോൾ നിങ്ങൾ പാടാ, അല്ല വേണ്ടേ നിലമ്പയുടെ പാക്കറ്റ് പാൽ കുടിച്ചപ്പോൾ നിങ്ങൾ പാടാ. കുത്തി കുടലൊക്കെ ഞാൻ ആ കുടൽ കൊണ്ടേ ബോട്ടുകാരുണ്ടാക്കി നിങ്ങളൊക്കെ തിന്നാൻ തരും. പാടാപതികളെ മനസ്സിലാവണ്ടോ? ആഷറ് ചോട്ടിൽ വിട്ടിരുന്നോ? താങ്ക് യു. അതുപോലെ തന്നെ എൻ്റെ ബോസ് സെലിം കുമാർ അല്ലേ, അദ്ദേഹത്തിന് 2-3 അവാർഡ് കിട്ടി അല്ലേ. ആദാമിൻ്റെ മകൻ അപ്പു എന്നുള്ള പടത്തിൽ സ്റ്റേറ്റ് അവാർഡ്, ദേശീയ അവാർഡ് കിട്ടി അല്ലേ. അപ്പോൾ ആ അവാർഡ് കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ശൈലി ശ്രദ്ധിക്കാം. സെലിം കുമാറിൻ്റെ ട്രൂപ്പിൽ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇടയ്ക്ക് കുറേ കളിച്ചിരുന്നു. ഇപ്പോഴും ബന്ധങ്ങളൊക്കെ ഉണ്ട്, നല്ല സ്റ്റേജ് പ്രോഗ്രാം കിട്ടുമ്പോൾ പോകാറുണ്ട്. അതുപോലെ തന്നെ കുറേ കുട്ടികളുടെ ബന്ധങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സെലിം കുമാറിൻ്റെ ശൈലി. എല്ലാവരും നമസ്കാരമുണ്ട്. അതായത് ഈ ന്യായം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ധാരണയുണ്ട്, ഞാനൊരു പാവാണ്. പിന്നെ എനിക്ക് പറയാനുള്ള ദിശയിൽ അതായത് ദേശീയ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്, ആദാമിൻ്റെ മകൻ അപ്പു എന്ന് പറഞ്ഞ പടത്തിൽ എനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയപ്പോൾ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടായി എനിക്ക് സ്റ്റേറ്റ് അവാർഡ് ഒരിക്കലും കിട്ടില്ലെന്ന്. അപ്പം ഞാൻ പറഞ്ഞു സ്റ്റേറ്റ് അവാർഡ് തേക്കാണ്. പിന്നെ എല്ലാവർക്കും നന്ദിയുണ്ട്, നമസ്കാരം. ഓക്കെ, താങ്ക് യു. അത് പറ പടച്ചറപ്പേ ആരാത്? ഇവിടെ കമ്മിറ്റിക്കാരും പിടിച്ചു മാറ്റാൻ. ഏയ് ഇവിടെ നല്ലൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് അലമ്പാക്കാൻ. ഇവിടെ നാട്ടുകാരും ആരെ സൗണ്ടാത്? മുല്ലവൃക്ഷ ആമിനെ പടച്ചറപ്പ ഇജ്ജ് എങ്ങനെയാണ് പണ്ടാരടക്കി ഇജ്ജ് മജ്ജത്തായില്ലേ? പടച്ചറപ്പ കുടിങ്ങല്ല പോലെ കൊണ്ട് എന്താ ആരാ പാടിയത്? ഇജ്ജ് പാടിയത്? അണക്കെന്ത് പാട്ടാ പറയൂ? പേരേക്ക് പോണ്ടോ? ഇവിടെ നല്ലൊരു പരിപാടികളുണ്ട്, അവര് യാത്രയപ്പ് അയച്ച് കോളാക്കാൻ നിൽക്കണ്ട കേട്ടോ. സജിമാസ് എന്നാ പറഞ്ഞത്? അങ്ങനെ ആൾക്കറിയാം. ഇവിടെ ഒന്ന് പോയതാ. അടച്ച റബ്ബേ, എങ്ങനെ മറക്കാൻ പറ്റും? ഞാൻ കേട്ടോണ്ട് മൂപ്പരെ പറ്റിയിട്ട്. ആ ആരൊക്കെ? ആഹാ നോനൊക്കെ പരിപാടി കാണാൻ പറയാ. എന്താ എന്ത് പാട്ടോല് പാടുന്നത്? എന്ത് പാട്ടോല് പാടുന്നു പറഞ്ഞേ? ആ എങ്ങനെ? വല്ലാത്തൊരു ഇടങ്ങേറ് റബ്ബേ. എങ്ങനെ? അല്ല എങ്ങനെ? ആ ഞാൻ ഒരു കാര്യം പറയട്ടെ. പിന്നെ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ.
അനക്കറിയില്ല എൻ്റെ മിമിക്രിൻ്റെ കൈ അനക്കറിയില്ലേ? കണ്ണു കണ്ട സൗണ്ട് ഉണ്ടാക്കണം പുറത്ത് ചലിക്കണ ഇടയ്ക്ക് കയറി വന്നു. എവിടുന്നാ പൊട്ടി മുളച്ചത്? അറിയാൻ ചോദിക്കണം. പടച്ചറ വെച്ച് ഇങ്ങോട്ട് വരാം. ഇവിടെ കമ്മിറ്റിക്കാരല്ലോ പിടിച്ച് പുറത്താക്കാൻ. ഇവിടെ 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 തേനീച്ച കൂടെ ഇവിടെ ഇവിടെ തേനീച്ച കൂടെ പടച്ച റബ്ബേ എങ്ങോട്ടാ പോള് പോണത്? വല്ലാത്തൊരു ഇടങ്ങറ്. ഓളെ പിടിച്ച് പുറത്തേക്കാ. എനിക്ക് പന്നോ അന്നോടെ കൂടെ അജ്ജ് തേനീച്ച കൂടി വളർത്തി നിങ്ങൾ ആക്കണ്ട. അന്നോട് തന്നെ പറഞ്ഞു ഒന്ന് പിടിച്ച് പുറത്തേക്കാ. പുറത്താക്കാൻ ഇങ്ങോട്ട് പറയാം. ബാബുസ്വാമി ചോ കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കുള്ളൂ. അത് ശരി. അതൊക്കെ വേണമെന്ന് പറയണത്. അതിൻ്റെ ഒച്ച ആദ്യം ഉണ്ടാക്കണല്ലേ? അതിൻ്റെ മുന്നേ നമുക്ക് താറാവിനെ കാണിച്ചു കൊടുക്കാം. നമ്മളെ ചെളിയിൽ കൂടെ അല്ലേ നമ്മളെ വീട്ടിൽ വളർത്തുന്ന താറാവിനെ കണ്ട ആൾക്കാരെ കൊഞ്ച് താറാവിനെ കണ്ട ആൾക്കാരെ കൊഞ്ഞു വെച്ച് എല്ലാവർക്കും താറാവ് അറിയില്ലേ? താറാവിനെ മുട്ട കഴിച്ചില്ലേ? താറാവ് ഇറച്ചി കഴിച്ചില്ലേ? അപ്പം നമ്മൾ താറാവ് നമ്മളൊക്കെ ഭക്ഷണം കഴിക്കും അറിയാലോ അല്ലേ? സ്പൂണുകൊണ്ട് കൈയോടെ വാരി കഴിക്കും അല്ലേ? നമ്മൾ താറാവ് അങ്ങനെ കൊക്കുകൊണ്ട് ഭക്ഷണം കഴിക്കാം അല്ലേ? അപ്പോൾ താറാവ് ചെളിയിൽ കൂടെ കൊക്കുകൊണ്ട് ഇങ്ങനെ വന്ന് 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 ഡാൻസ് ആടി വരണ കാണാം കേട്ടോ. അപ്പോൾ താറാവ് ഇത് തിരുവാതിരക്കളിയാ താറാവ് വരുന്ന. മനുഷ്യന്മാര് കാണും മാണിക്കടത്ത് എൻ്റെ പേരല്ലത്. എന്താണ് അപ്പം മക്കളെ കുളക്കോഴി ഇറങ്ങാറില്ലേ? നമ്മൾ തോട് വെക്കല് കൈതക്കൂട്ടത്തില് പുഴ വെക്കലൊക്കെ കാണും അല്ലേ? മുളംകൂട്ടത്തിലൊക്കെ കൂട്ടം കൂട്ടായിട്ട് ഇങ്ങനെ കാര്യം ഓൾ ഇഷ്ടംമാതിരി പേടിച്ചു കൊടുക്കണം പല വട്ടായിട്ട് അല്ലേ? അപ്പോൾ കുളക്കോഴിൻ്റെ സൗണ്ട് ഒരു മഞ്ഞം ഇതൊരു സൗണ്ട് ഉണ്ടാക്കിയില്ല അല്ലേ? ചാനലിലായാലും പ്രോഗ്രാമിലായാലും കുളക്കോഴിൻ്റെ സൗണ്ടുകൾ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോൾ കുളക്കോഴി കൂട്ടം കൂട്ടായിട്ട് കാരണം സൗണ്ട് കഴിച്ചുതരാം. ഇഷ്ടപ്പെട്ടെന്നെ കജ്ജടിച്ചണം. മനസ്സിലായോ? ഓക്കെ. എൻ്റെ മേത്ത് കണ്ണോ? അപ്പൊ മൂപ്പര് മറ്റേ കണ്ണോ? എന്ത് പാട്ട്? ഓന്റെ മോന്താത്ത ചുളിക്കട്ടോ അന്നെ കാണുമ്പോ പാട്ട് പാടിയ എന്ത് പാട്ടാൻ പാടിയത്? കൺകോണിൽ സുവർഗവും കണ്ട് പിന്നെ മലർക്കൊടിയെ ഞാൻ ഇന്നും പുഴയരികിൽ എന്താ പറഞ്ഞത്? പൂച്ചൻ്റെ ഒച്ചയൊക്കെ ഉണ്ടാക്കാം. നമ്മളെ പെരയിലൊക്കെ നമ്മളെ പൊന്ത വെട്ടാൻ അല്ലേ? ആ മെഷീനും അതെ അതെ. അപ്പോൾ സുലൈമാൻ അതായത് പൊന്ത വെട്ടെടുക്കണ മെഷീൻ ഉണ്ടല്ലോ, ആ മെഷീൻ്റെ സൗണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മരം മുറിച്ചണത് സലാമിൻ്റെ മരം മുറിച്ച സൗണ്ട് കഴിച്ചാൽ കേട്ടോ. അപ്പോൾ നമുക്ക് കാട് വെട്ടണ മെഷീൻ അല്ലേ? ആ ഡിലെന്ന് കുറയ്ക്കുക, ഡിലെ കുറയ്ക്കുക. അപ്പോൾ കാട് വെട്ടുന്ന മെഷീൻ ആദ്യം സ്റ്റാർട്ടാക്കുമ്പോൾ ഈ സൗണ്ട് ആയിരിക്കും അല്ലേ? ബ്ലേഡ് കേടുന്നു.
ആ ഇനി നമുക്ക് എന്താണ് മരം മുറിച്ചണത് അല്ലേ? മരം മുറിച്ചത് യമഹ മോട്ടറേറ്റാണ് മരം മുറിച്ചത് അല്ലേ? അപ്പം മരം മുറിച്ചുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അല്ലേ ചാട്ട വലിക്കുമ്പോൾ അല്ലേ ശ്രദ്ധിക്കാം. മരം മുറിച്ചിന് കേട്ടോളി അല്ലേ? അപ്പം അതും ഇനി നമുക്ക് നമ്മളെ പഴയ കാലത്ത് ഇവിടെ ഇത് കുട്ടികൾക്കുള്ള ഐറ്റംസ് അല്ല. പഴയ കാലത്ത് നമ്മളെ ഉത്സവ പറമ്പുകളിൽ അതുപോലെ തന്നെ വീടുകളിൽ നമ്മളെ കല്യാണത്തിന് അങ്ങനെ പല ചടങ്ങുകൾക്കും പഴയ കാലത്ത് കറണ്ട് ഉണ്ടായിരുന്നില്ല. അന്ന് ഉപയോഗിക്കുന്ന സാധനമാണ് പെട്രോൾ മാക്സ് അല്ലേ? ഈ പെട്രോൾ മാക്സ് അറിയുന്ന ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അറിയില്ല, കാസലൈറ്റ് എന്ന് പറയും. അപ്പോൾ പെട്രോൾ മാക്സ് കത്തിക്കുന്ന സൗണ്ട്, അത് പെട്രോൾ മാക്സ് കത്തിക്കുമ്പോൾ അതിൻ്റെ സൈഡിലുള്ളൊരു ബട്ടൺ ഉണ്ട് അല്ലേ? ആ ബട്ടൺ ഇങ്ങനെ കൂട്ടും കുറയ്ക്കും ചെയ്യുന്ന സമയത്ത് അത് പെട്രോൾ മാക്സിൻ്റെ ഉള്ളിൽ ആ ചില്ലിൻ്റെ ഉള്ളിൽ ഒരു വെളുത്ത മേൻഡൽ ഒരു വല അല്ലേ ഒരു മേൻഡൽ നിൽക്കും. അപ്പോൾ പെട്രോൾ മാക്സ് കത്തിക്കുമ്പോൾ കൂട്ടും കുറയ്ക്കണം ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ പെട്രോൾ മാക്സിൻ്റെ സൗണ്ട് ഇവിടെ ശ്രദ്ധിക്കുക. ഇതൊക്കെ സ്കൂൾ ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് കിട്ടുട്ടോ മക്കളെ. അപ്പോൾ പെട്രോൾ മാക്സ് കാറ്റടിക്കാം അല്ലേ? ഇനി പെട്രോൾ മാക്സ് കത്തണ സൗണ്ട് അല്ലേ? ഈ സൗണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ സൈഡിലുള്ള ബട്ടൺ തിരിപ്പിടിക്കണം. ആ ചെയ്യുമ്പോൾ പിടിച്ചിരിക്കുക. അപ്പം കത്തുമ്പോൾ തീ കൂട്ടും കുറയ്ക്കും ചെയ്യാം കേട്ടോ. അല്ലേ? ഇനി നമുക്ക് എന്താണ് ഇനി കേക്കാള് 3 ബ്ലേഡ്, 3 ആക്ഷൻ ബ്ലേഡ് അല്ലേ? ഒന്ന് PVC, ഒന്ന് മരം, ഒന്ന് സാധാ എന്താ പറയുക ഇപ്പോൾ ഇരുമ്പിൻ്റെ. അപ്പോൾ ആദ്യം PVC മുറിച്ചട്ടെ. ആ അതന്നെ തന്നെ. ആവു ആ ഇനി അടുത്തത് കണ്ടോ. ഏയ് എങ്ങനെയുണ്ട്? ഇനി അടുത്തൊന്ന് കേട്ടോ. മാറിക്കച്ചവടന്ന് ഇജ്ജ് കൈമ തട്ടിക്കാനായിട്ട് മാറിക്കടന്ന്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇനി അടുത്ത് വരുന്ന സൗണ്ട് ഇത് കേട്ടോ, കേട്ട് പിടിച്ചോണം കേട്ടോ. ഇനി അടുത്ത് വരുന്ന സൗണ്ട് ഏതാ പറഞ്ഞു തരണോ? ഇതെന്നാ പൂച്ചമ്പട്ടിയൊക്കെ പറഞ്ഞില്ലേ? പൂച്ചമ്പട്ടിയൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ പൂച്ചേൻ്റെ സൗണ്ട് കേൾപ്പിച്ചു തരാം കേട്ടോ. അപ്പോൾ അടുത്തതായി ആ അപ്പോൾ 2 പൂച്ചകൾ തമ്മിലിങ്ങനെ ഫൈറ്റ് ചെയ്യാണ്. ഒരാദ്യം സംസാരിക്കുക എന്തൊക്കെ പിച്ചിമ്മയും പറയുന്നുണ്ട്. അപ്പം നമ്മളെ വീട്ടിൽ പൊതുവെ അറിയാമല്ലോ അല്ലേ, നമ്മളെ മീൻ നന്നാക്കുന്ന സമയത്തൊക്കെ പൂച്ചകൾ വരും, 2 പൂച്ചകൾ. അപ്പോൾ 2 പൂച്ചകൾ തമ്മിലുള്ളൊരു ഫൈറ്റ്. ഇവിടെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക. അല്ലേ? അമ്മമ്മ പോയിന്ന് പറഞ്ഞു. ജനഗണമന സംഘൃതമരി ബാബു ഇന്നലെ പോയി വന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലേ കേട്ടില്ല. ഞാനേ എൻ്റെ കല്യാണത്തിന് തലേസോടൊന്ന് വന്നു നോക്കി. ഏയ് വന്നപ്പോൾ മനുഷ്യന്മാർ പൊരിഞ്ഞ തേങ്ങ ചരവല. ആ തേങ്ങ ചരവുക ഈ ആ അതെ അതെ. അപ്പം തേങ്ങ ചരവണ സൗണ്ട് ചോദിച്ചാലല്ല, 3 സ്റ്റേജാണ്. ഫസ്റ്റ് ഫുൾ തേങ്ങ കേട്ടോ, ഫുൾ തേങ്ങ ചരവണ സൗണ്ട് കാണിച്ചുതരാം. ആദ്യം നല്ല തേങ്ങ മുറിച്ചു. അല്ലേ? ഫുൾ തേങ്ങ. ഇനി രണ്ടാമത്തെ സ്റ്റേജ് ഇനി മൂന്നാമത്തെ സ്റ്റേജ് തേങ്ങ ചിരക്കി ചിരട്ടമ്മ പിടിച്ചു. പിന്നെ അവിടുന്ന് ഒരു ചവിട്ടാ നീച്ചു പറഞ്ഞിട്ട്. ആ തേങ്ങയ്ക്ക് ഭയങ്കര വില തന്നെയാണ്. ഇജ്ജും ഉണ്ടായിരിക്കുക അരിച്ചാണ് കൊണ്ട കേട്ടോ. ഞാൻ പറയട്ടെ. അപ്പോളേ തേങ്ങ ലാസ്റ്റ് സ്റ്റേജിൽ കേട്ടോ.
ഞാനില്ല തീരല്ല ഓടുന്നു. ആ എന്താ പറഞ്ഞു വെച്ചു? പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് പാട്ട് കൊണ്ട പരിപാടി നിർത്തി കേട്ടോ. ഇനി എനിക്ക് പാടാണ്ട് എപ്പോൾ പാടിക്കോ ഇല്ല ഞാൻ തവണ മുടും. ആലോചിച്ചോ. ഞാൻ പാടല്ല, നിങ്ങളെ പറ്റി നമ്മളെ പാത്ത് എപ്പോഴും പാടുന്ന ഒരു പാട്ട്. എന്നെ പറ്റി പാത്ത് പാടും. എന്ത് പാട്ട് ഓള് പാടുന്നത്? പണ്ടൊക്കെ ഇതൊക്കെ അടിച്ചു മാറ്റിക്കും പറഞ്ഞാണ്ട് ഞാൻ അടിച്ചു മാറ്റിയേ പാത്തുൻ്റെതോ? പാത്ത് ഇങ്ങനെ പാടി നടക്കുന്നുണ്ട്. എന്താ പാത്തിന്റെ അടിച്ചു മാറ്റി? ഇതാ പാത്ത് സൂക്ഷിച്ചേ ഗോൾഡിന്റെ ആഹാ. കണ്ണങ്ങൾ ബാപ്പ പൊക്കി പോയി കുട്ടിയെ പൊക്കി പോയി കുട്ടി തലയിൽ പെട്ടി പോയി തൈത്തോണ്ട് പോയി പാത്ത് സൂക്ഷിച്ചേ ഗോൾഡിന്റെ കണ്ണങ്ങൾ ബാപ്പ പൊക്കി പോയി പൊക്കി പോയി കുട്ടി തലയിൽ പെട്ടി പോയി തൈത്തോണ്ട് പോയി പിന്നെ ഇതൊക്കെ ശരി. എന്നാടാ എന്താ കൂട്ടാൻ വെച്ചകള്? ഞാൻ വൈകുന്നേരത്തോട് വരും. എന്താണ് കൂട്ടാൻ വെച്ചകള്? കൂട്ടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മളെ കുട്ടികളെ എപ്പോ നോക്കിയാലും ഈ പാട്ട് കുട്ടിയാ പറയാ. എന്ത്? ആ എന്താ കൂട്ടാൻ പറ. കുറച്ച് മീൻ മേടിച്ചു വരാനാണ് പറ. ഒറ്റ പാട്ട് ആ ആ ആ എടുത്ത വഴിക്ക് വന്ന് ഒറ്റ പാട്ട്. ആ ആ അയിലേ അയിലേ ആ. 10 രൂപയ്ക്ക് 4 അയിലേ അത് ശരി. ഇപ്പോൾ പൈപ്പിൽ വെള്ളമല്ലേ? പോയിക്കോ പോ പോ പോ. പരിപാടി നിർത്താൻ പോണേ. പോ പോ പരിപാടി നിർത്താൻ പോകാൻ. എന്താണ് കൂടെ കാര്യം? പരിപാടി നിർത്താൻ പോയിക്കോ പോയിക്കോ. ഇത് പോയി. ആ ഭാഷാണല്ല പറഞ്ഞു. ഞാൻ പരിപാടിക്ക് പോകാം. ഞാൻ പഞ്ഞിച്ചിഞ്ഞ് ചോറ ചിച്ചാണ്ട് ഞാൻ സമ്മതിക്കണില്ല. ഇജ്ജ് പോവില്ലേ? ഇവിടെ ഇവിടെ നിന്ന് ഇജ്ജ് പോവില്ലേ? ഒരു കാര്യം ഇവിടെ ഇവിടെ വാ ഇവിടെ വാ. ഒരു കാര്യം പറയട്ടെ. ഇജ്ജ് പോവില്ലേ? ഞങ്ങൾ പരനെ വെക്കിക്കോളൂ. ഇങ്ങോട്ട് പോരെ. ഇജ്ജ് പോവില്ലേ? നനക്കൊരു ഒരു കാര്യം കാണിച്ചു തരാം. ഇങ്ങോട്ട് അങ്ങനെ അണഞ്ഞാണ് നിൽക്ക്. ഇജ്ജ് പോയില്ല. ഇജ്ജ് അന്നേക്കും വലിയോളം പറഞ്ഞ നമ്മൾ. അപ്പോൾ പ്രിയമുള്ളവരെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഒട്ടേറെ നല്ല പരിപാടികൾ നടക്കാനുണ്ട്. അപ്പോൾ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. അതുപോലെ തന്നെ തുള്ളുക, ചാടി കളിക്കുക. ഓക്കെ, ചെക്ക് ചെക്ക്.
താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാപ്പി അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഈ സ്റ്റേജ് വിട പറയുകയാണ്. ഇനി തുടർന്നും നിരവധി പ്രോഗ്രാമുകൾ ഈ സ്റ്റേജിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. ഓൾ എൻജോയ്. താങ്ക് യു സോ മച്ച്.